CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം CPI ഉണ്ടേലും ഇല്ലെങ്കിലും അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 2026 നിയമസഭയിൽ ഭരണ തുടർച്ചയുണ്ടാകും എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ സഖ്യകക്ഷിയായ CPIയോട് പല കാര്യങ്ങളിലും ആലോചിക്കാതെ ക്യാബിനറ്റിൽ ഏകപക്ഷീയമായി തീരുമാനം നടപ്പിലാക്കുന്നു എന്ന പൊതുവായ വിമർശനം CPIയുടെ നിരവധിയായ ജില്ലാ കമ്മിറ്റികൾ പറഞ്ഞു വെച്ചതാണ്. നിലവിലെ CPIയുടെ MLAമാരിൽ 17 പേരിൽ പലരും അടുത്ത തവണ നിയമസഭ കാണില്ല എന്നുള്ളത് ഉറപ്പാണ്. പലർക്കും ടിക്കറ്റ് പോലും കൊടുക്കില്ല. എന്നാൽ അത്തരത്തിലുള്ള MLAമാർ കൃത്യമായി വിവാദ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ താല്പര്യം കാണിച്ചുകൊണ്ട് നിരവധിയായ MLAമാർ ശക്തമായി നിൽക്കുകയാണ്. നമുക്കറിയാം, നിലവിലെ പട്ടാമ്പി MLA ആയ മുഹമ്മദ് മൂസിൻ അടക്കമുള്ളവർ അതിശക്തമായി പാർട്ടി നേതൃത്വത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം എല്ലാ തരത്തിലും തികഞ്ഞ പരാജയമാണ് എന്ന് സി.ദിവാരൻ ഉൾപ്പെടെയുള്ളവർ തുറന്നടിക്കുമ്പോൾ അത് പാർട്ടിക്ക് ദോഷം തന്നെയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതോടുകൂടി CPIയുടെ അന്തസത്ത നഷ്ടപ്പെട്ടിരിക്കുന്നു. കേന്ദ്രത്തിൽ ഇപ്പോഴും CPIക്ക് 2 MP-മാരുള്ളത് കോൺഗ്രസിന്റെ സംഭാവനയാണ്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ആ CPI MP-മാരുള്ളത്. കേരളത്തിൽ പരമാവധി അള്ളുവെച്ച് CPIയുടെ വിജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും CPIM കാലുവാരുകയാണ് ചെയ്തത്. അവർക്ക് സാധ്യതയുണ്ടായിരുന്ന തൃശ്ശൂർ നിയോജക മണ്ഡലം കൃത്യമായി BJPക്ക് അടിയറവ് വയ്ക്കുകയാണ് ചെയ്തത്. മാവേലിക്കരയിൽ വാസ്തവത്തിൽ CPI സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ കൊടിക്കുന്നിൽ 10,000 വോട്ടിന് ജയിച്ചതിന് കാരണമാകുന്നത് CPIM നേതാക്കളുടെ കാലുവാരൽ കൊണ്ടാണെന്നും കൃത്യമായി CPIയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധിയായ സാഹചര്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷവുമായി സഹകരിക്കുന്നത് കൊണ്ട് CPIക്ക് ഗുണമല്ല, ഗുണത്തെക്കാളേറെ ദോഷമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് വിമത വിഭാഗം നീങ്ങുന്നത്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ തീർച്ചയായും CPI രണ്ടായി പിളരുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ്. പാർട്ടിയുടെ എല്ലാ രീതിയിലുള്ള ചട്ടക്കൂടും പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ പല നേതാക്കളും പരസ്യമായി ബിനോയ് വിശ്വത്തിനെതിരെയും സംസ്ഥാന കൗൺസിലിനെതിരെയും തുറന്നടിക്കുന്നത്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. CPIയിൽ യുവാക്കൾ, പ്രത്യേകിച്ചും AISMലൂടെ പൊതുരംഗത്ത് വരുന്നവർ കുറവാണ്. പല ഇടതുപക്ഷ യൂണിയൻ ഭരിക്കുന്ന കോളേജുകളിലും SFI വലിയ മൃഗീയ ആധിപത്യത്തോടുകൂടി CPIയുടെ പോഷക സംഘടനകളെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ്. അവർ വിരോധികളെ പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ യുവതലമുറ ഇല്ല. കൃത്യമായി അതിന് ഉദാഹരണമാണ് മുഹമ്മദ് മൂസിൻ. അദ്ദേഹത്തിൻ്റെ സഹപാഠി കൂടിയായ കനയ്യകുമാർ CPI വിട്ട് കോൺഗ്രസിൽ ചേരാൻ കാരണം CPIക്ക് മൂല്യച്യുതി വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. രാജ ഉൾപ്പെടെയുള്ളവർ അത് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPI കാലഹരണപ്പെട്ട പാർട്ടിയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത്. ബിനോയ് വിശ്വത്തിനെ പോലുള്ളവർ ഇനിയുള്ള കാലവും കുളിരു കൊള്ളാൻ കുറച്ച് ആനുകൂല്യം കൊടുത്ത് ഇരുത്തിയാൽ മതി. എന്നാൽ അങ്ങനെ കിട്ടുന്ന അപ്പകഷ്ണം ഭുജിക്കാൻ പുതിയ തലമുറയിലുള്ളവർക്ക് കഴിയില്ല എന്നുള്ളത് വെട്ടി തുറന്ന് പറയുകയാണ് സി.ദിവാരൻ അടക്കമുള്ളവർ.